ഈ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ഇവിടെ നോക്കിയപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഹ്! ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് ഫാമിൽ പോയിട്ട് എല്ലാ ഫ്രൂട്ട്സും ഒന്ന് കാണണം, അത് പറിച്ച് രുചിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആ രീതിയിലാണ്, അത്ര ആഗ്രഹമായിരുന്നു. അപ്പോൾ നോക്കിയപ്പം മഴ. അപ്പം നോക്കിയിട്ട് മോൻ പറഞ്ഞു, ഇന്ന് 11:30 മണിയാവുമ്പോൾ മഴ മാറും. അത് കഴിഞ്ഞാൽ പിന്നെ തെളിഞ്ഞ കാലാവസ്ഥ, പിന്നെ മഴ കാണുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ശരി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, വളരെ വിഷണ്ണനായിട്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്കൊന്ന് ഇറങ്ങി വെളിയിലേക്കൊന്ന് നോക്കി. ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് ഇറങ്ങി നടന്ന് അല്പം തണുപ്പ്, നല്ല ഭീകരമായ തണുപ്പ് രാവിലെ 16 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. എന്നാലും ഒരു കിലോമീറ്ററോളം ഇറങ്ങി ഒന്ന് നടന്ന് പിന്നെ അങ്ങോട്ട് കൂടുതൽ നടക്കാൻ വയ്യ. തണുപ്പ് മുഖത്തിങ്ങനെ കാറ്റാണ് പ്രശ്നം. ഇല്ലെങ്കിൽ സാരമില്ല, കാറ്റടിക്കുമ്പോൾ വല്ലാത്ത തണുപ്പാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങ് കയറി. ഏതാണ്ട് 1 കിലോമീറ്റർ ഒന്ന് കറങ്ങി കാണും. എന്നിട്ട് ഇങ്ങ് കയറി. മഴ മാറിയായിരുന്നു അപ്പോഴത്തേക്ക്, ഒരു 10 മണിയായപ്പോൾ. ഞാൻ നോക്കിയിരുന്നു ഈ 11:30 എന്ന് പറയുന്നത്. അത്ഭുതകരം എന്ന് പറയട്ടെ, 11:30 ആയപ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങ് പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ പതുക്കെ ചെറിയ വെയിൽ തുടങ്ങി. റോഡെല്ലാം ഉണങ്ങി. ഈ ഗ്രൗണ്ടും എല്ലാം, ഞങ്ങൾ താമസിക്കുന്ന ഈ കോമ്പൗണ്ടിൻ്റെ ഗ്രൗണ്ട് എല്ലാം ഉണങ്ങി. അതായത് നല്ല നല്ല രീതിയിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടി. ഞങ്ങൾ ഒരു ഫാമിലേക്ക് ഞങ്ങളിങ്ങനെ പുറപ്പെടുകയാണ് കേട്ടോ. ആ ഫാമിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറയുന്ന ആ റോഡ്, അതൊക്കെ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നല്ല നീലാകാശം, വെള്ളി മേഘങ്ങൾ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ 2 സൈഡിലും കാണുന്നത് മുഴുവൻ ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ തോട്ടങ്ങളെന്ന് പറയുന്നത് അതുപോലെ ആപ്പിള്, സബർജല്ലി, അതേപോലെ തന്നെ പേഴ്സ്, അതിൻ്റെ തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളെന്ന് പറയുന്നത് വിശാലമായ തോട്ടങ്ങളാണ്. അതായത് ഒരു തോട്ടം എന്നൊക്കെ പറയുന്നത് ഒരു 100 ഏക്കറെങ്കിലും കാണും. ആ രീതിയിലുള്ള തോട്ടങ്ങളാണ്. നല്ല വരിയായിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതാണ്ടൊരു 3 വർഷം പഴക്കമുള്ള ആപ്പിൾ മരങ്ങൾ, മൂന്ന് മാക്സിമം ചിലപ്പോൾ 3 വർഷം ഒക്കെ ഉള്ളൂ. ആ ആപ്പിൾ മരങ്ങളുണ്ടല്ലോ, അതൊക്കെ കായ്ച്ചു കിടക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലെല്ലാം പഴങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ അത് വിപണനത്തിനുള്ള രീതിയിൽ ആയിട്ടില്ല. അതുകൊണ്ടാണ് അവരതൊന്നും പറിക്കാത്തത്. ഇവർക്കത് വലിയ കാര്യമൊന്നുമല്ല അതൊന്നും തോട്ടത്തിൽ. അപ്പം നിറച്ച് കുറേ കൂടെ വലുതാവണം, മരങ്ങൾ ഒരുപാട് കായ്ക്കണം, എല്ലാ മരങ്ങളും കായ്ക്കണം. ഈ സമയത്തൊക്കെയാണ് ഇതവർ പ്ലക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളാണ്, വിശാലമായ തോട്ടങ്ങളും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി നേരെ ഈ ഫാമിലേക്ക് കയറുകയാണ് കേട്ടോ. ആ ഫാമിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പൂക്കളാണ് മുഴുവൻ. അതിൻ്റെ ആ വിശാലമായ മുറ്റം ഒക്കെ അവിടെ അതങ്ങനെ ഈ അലങ്കരിച്ച് ഗാർഡനായിട്ടൊന്നും ഉണ്ടാക്കിയേക്കുന്നതല്ല, നാച്ചുറൽ ഫ്ലവേഴ്സാണ് അവിടെ നിൽക്കുന്നത്, മുഴുവൻ പൂക്കളാണ്. അപ്പോൾ അവിടെ നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റിസപ്ഷനിൽ ഒരു ലേഡി നിൽപ്പുണ്ട്. അവരുടെ അടുത്ത് പതുക്കെ പോയിട്ട് ഞങ്ങൾ ഇതുപോലെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സാണ് പറിക്കണ്ടേ? ഇവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ പറിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് കൂടാതെ ഈ മോന് ബജി ഉണ്ടാക്കാനുള്ള മുളകുണ്ട് കേട്ടോ. അത് ഇവിടെ ഈ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും അവൈലബിൾ അല്ല. ആ കാണുന്നത് അത് വലിയ ഗുണമുള്ളതല്ല. പക്ഷെ അവിടെ ഒറിജിനൽ ബജിയുടെ മുളക് അത് ഉണ്ട്. അപ്പോൾ മുളക് പറിക്കണം. പിന്നെ ഗ്രേപ്സ് വേണം. ഗ്രേപ്സ് കഴിഞ്ഞ തവണ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഗ്രേപ്സിൻ്റെ ഇപ്പോൾ അന്ന് പോയപ്പോൾ ഗ്രേപ്സ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഗ്രേപ്സിൻ്റെ അടുത്തോട്ട് പോയില്ലായിരുന്നു. ഇത് ഗ്രേപ്സ് വേണം. അതേപോലെ തന്നെ പിന്നെ ആപ്പിൾ വേണം, പെയർ വേണം, പിന്നെ സബർജല്ലി, പിന്നെ അതുപോലെ തന്നെ ബാക്കി ഈ മറ്റ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കുമ്പോൾ കാണുന്നത് അതും വേണം. അപ്പോൾ ആ ലേഡി പറഞ്ഞു ആപ്പിള് ഒരു കുറേ വെറൈറ്റികളുണ്ട്, അത് നമ്മൾ പറിച്ച് തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറിച്ച് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു വണ്ടിയും തന്നു. അതിനകത്ത് ബക്കറ്റ്സ്, വെള്ള ബക്കറ്റുകൾ, അതേപോലെ തന്നെ പച്ച കവറുകൾ. ഇന്നത് അവർ പറഞ്ഞു ഇന്ന ഫ്രൂട്ട്സ് കവറിലേ പറിക്കാവുള്ളൂ, ഇന്നത് ബക്കറ്റിൽ പറിച്ചിടാം എന്ന് പറഞ്ഞ് തന്നു. ഈ മോനി വണ്ടി വലിച്ചുകൊണ്ട് നടന്നു. ഞങ്ങൾ അവൻ്റെ കൂടെ നടന്നപ്പോൾ ഈ ആപ്പിൾ മരങ്ങളുടെയൊക്കെ ചുവട്ടിൽ അങ്ങ് ആപ്പിളിങ്ങനെ പൊഴിഞ്ഞ് കൂടിക്കിടക്കുക കേട്ടോ.
അതൊരു വലിയ കാഴ്ചയാണ്. അവർ ചിലപ്പോൾ അത് പെറുക്കിയെടുക്കുമായിരിക്കും കുറേയൊക്കെ. അതായത് കേടില്ലാത്തത് നോക്കി എടുക്കാമായിരിക്കും പുതിയത് പുതിയത്. അത് അവർക്കറിയാം. അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ. അവർ നിക്കറും ഒക്കെ ഇട്ട് ഷർട്ടും ഒക്കെ ഇട്ട് അവർ ആ ഫാമിലെ ജോലിക്കാരാണ്. കാറൊക്കെ അതിനകത്ത് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതിനകത്ത്. അതിനകത്ത് റോഡുകളുണ്ട് പല ഭാഗങ്ങളിലും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാനുള്ള ആപ്പിള് വരുന്ന, അതായത് തുടങ്ങുന്ന മരങ്ങൾ, പ്ലക്ക് ചെയ്യാനുള്ള മരങ്ങൾ മുതൽ ഞങ്ങൾ നോക്കി. ആദ്യത്തെ മരത്തിൽ നിന്നുള്ള ആപ്പിൾ തന്നെ പറിച്ച് തിന്നു. എന്ത് ടേസ്റ്റാണെന്നറിയോ! അത്രയും നല്ല ആപ്പിൾ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെങ്ങും ഇതൊന്നും കിട്ടത്തില്ല, ആ രീതിയിലുള്ള ആപ്പിൾ. അപ്പോൾ ആ മരത്തിൽ നിന്ന് ഞങ്ങൾ ആപ്പിൾ യഥേഷ്ടം പറിച്ച് തിന്നു. അതിൽ നിന്ന് തന്നെ ഒരു 2 എണ്ണം ഞാൻ പറിച്ചു തിന്നു. അപ്പം അത്ര രുചിയാണ്. പിന്നെ ഒരെണ്ണം പറിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 3 എണ്ണം താഴെ വീഴും. അതൊന്നും എനിക്ക് എടുക്കാൻ മെനക്കെടത്തില്ല, കാരണം അവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇതുപോലെ. കാരണം ഏതാണ് ഈ വീണതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, നമ്മൾ താഴോട്ടല്ലേ നോക്കി നിൽക്കണം. അപ്പോൾ അവിടെ കിടക്കുന്നതാണോ നമ്മൾ പറിച്ചപ്പോൾ വീണതെന്ന് 1-2 എണ്ണം ഞാനത് കണ്ടത് ഞാൻ പറക്കിയെടുത്തു. ഞാനത് കളയാൻ തയ്യാറായില്ല. അപ്പോൾ ആ മരത്തിൽ തന്നെ തിന്നു. അന്നേരം മോൻ പറഞ്ഞു, ഇതിൽ തന്നെ തിന്നുകൊണ്ടിരിക്കണമെന്നില്ല, ഇത് അങ്ങേ അറ്റം വരെ ഉണ്ട്. അപ്പം നോക്കിയിട്ട് അത് ഓരോന്നും രുചിച്ച് നോക്കണം, എന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് വലിപ്പം കുറഞ്ഞ നല്ല റെഡിഷ് കളറിലുള്ള ആപ്പിള് അത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് വരുന്നില്ല. ഇത് വേണ്ട. പിന്നെ അടുത്ത മരം അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി. ഒരെണ്ണത്തിൽ നോക്കിയപ്പോൾ അതിന് സബർ ജെല്ലിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ പല വിധത്തിലാണ്. കാരണം ഇത് മഴ പെയ്തല്ലോ, ഒരുപാട് മഴ ഇതിൻ്റെ ഇടയിൽ പെയ്തു. അതായത് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് പലപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത ഈ വെള്ളം ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചക്കയിലൊക്കെ വെള്ളം കയറുന്ന മാതിരി തന്നെയാണ് ആപ്പിളിനായാലും സബർ ജെല്ലിക്കായാലും പേറിനായാലും എല്ലാം ടേസ്റ്റ് കുറയും, കാരണം വാട്ടർ കണ്ടൻറ്റ് വരും. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ നോക്കി അങ്ങനെ തിന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് നിന്നപ്പോൾ മറ്റൊരു മരത്തിൽ ഏതാണ്ട് ഈ ആദ്യം തിന്ന മരത്തിനോട് സാമ്യമുള്ള ആപ്പിൾ കിട്ടി. വലിയ ആപ്പിളാണ്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച്, അതായത് വളരെ മൂപ്പത്താത്ത രീതിയിലുള്ള, അതായത് വെള്ള കഴിഞ്ഞങ്ങോട്ട് ഈ കളർ വരുന്ന ആപ്പിളും ഞാൻ അതിൽ നിന്ന് പറിച്ചു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ടൊരു 6-7 കിലോ ആപ്പിൾ ഞങ്ങൾ കളക്ട് ചെയ്തു, തിന്നത് കൂടാതെ. തിന്നതെന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരും കൂടി ഇഷ്ടംമാതിരി തന്നെയാണ്. മോൻ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് കഴിക്കുന്നത്. ഞങ്ങൾ ഈ ആർത്തിയല്ലേ ഇത് കാണുമ്പോൾ ശരിക്കും കഴിച്ചിട്ടുണ്ട്. ഒരു 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 വിട്ടുവീഴ്ച അതിൽ വരുത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പേറിൻ്റെ അടുത്തോട്ട് പോയി. പേറിനെ നോക്കിയപ്പോൾ അത് വലിയൊരു കാരണം കഴിഞ്ഞ തവണ തന്നെ മടുത്തു പോയി. ഒരുപാട് കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പേര് കഴിക്കാൻ തയ്യാറായില്ല കേട്ടോ. ഞങ്ങൾ ആ പേര് 3 ടൈപ്പ് പേരുണ്ട്. യെല്ലോ, ഗ്രീൻ ആൻഡ് ഏതാണ്ട് ഒരു റെഡിഷ് ബ്രൗൺ. ഈ കളറുള്ള 3 തരത്തിലുള്ള പേരുകൾ ഉണ്ട് അവിടെ. അത് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു സായിപ്പ് നിന്ന് ഇതുപോലെ പല മരങ്ങളിൽ നിന്നും നോക്കി ഇത് പ്ലക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ അതുപോലെ തന്നെ താഴേന്ന് അത് നോക്കിയിട്ട് അത് പിക്ക് ചെയ്യുന്നുണ്ട്. അത് അവിടെ വിൽക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ആ ഫാമിലെ ഒരു ജോലിക്കാരനാണ് ഇത് കൊണ്ടുപോകാനായിട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അയാളടുത്ത് ചോദിച്ചു, ഇവിടെ ഗ്രേപ്സ് എവിടാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആ ഏരിയ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് കേട്ടോ.